ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. പ്രിയപ്പെട്ടവരെ, ആയത്ത് നമ്മൾ മനഃപ്പാഠമാക്കണം, അത് ജീവിതത്തിൽ പതിവാക്കണം. രാവിലെയും വൈകുന്നേരവും അത് ഓതുന്ന ആളുകൾക്ക് 3 എന്ന അഭിപ്രായമുണ്ട്, 7 എന്ന അഭിപ്രായമുണ്ട്, 11 എന്ന അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. രാവിലെയും വൈകുന്നേരവും ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് ഒരാപത്തും വന്ന് സംഭവിക്കുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. അത്രമേൽ മഹത്വമുള്ള ആയത്തുകളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ആയത്തുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ വിളംബരമാണ്. ഒരു മങ്കൂസ് മൗലിദും നമ്മൾ ആശ്രയിക്കേണ്ടതില്ല. അതിനേക്കാളും എത്രയോ മനോഹരമായിട്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രകാശത്തിന്റെ 2 സ്രോതസ്സുകളാണ് സൂര്യനും ചന്ദ്രനും. സൂര്യൻ സ്വയം പ്രകാശിക്കുകയാണ്, ചന്ദ്രൻ രാത്രി സമയങ്ങളിൽ ആ സൂര്യപ്രകാശത്തെ മനോഹരമായി പ്രതിഫലിപ്പിച്ച് പാൽനിലാവൊഴുക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഈ 2 പ്രതിഭാസങ്ങളെയും ഒന്നിലേറെ സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂര്യനെ വർണ്ണിക്കുമ്പോ അള്ളാഹു പറഞ്ഞത് സിറാജ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അത് കത്തിജ്വലിക്കുന്ന ഒരു വിളക്കാണ്. ചന്ദ്രനെ കുറിച്ച് പറയുമ്പോ മുനീർ എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. തബാറകല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. സൂര്യനെയും ചന്ദ്രനെയും ഒരേ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുമ്പോൾ ഈ 2 പദപ്രയോഗങ്ങൾ നടത്തിയത് കാണാം. സൂര്യൻ സിറാജാണ്, ചന്ദ്രൻ മുനീറാൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴോ അല്ലാഹു പരിചയപ്പെടുത്തിയത് സിറാജം മുനീറാ. ഇത് സൂര്യചന്ദ്ര നക്ഷത്രാദി ജ്യോതിർഗോളങ്ങളുടെ പ്രകാശത്തിനുറവിടമാണ്. പരിശുദ്ധ ഖുർആൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്രമേൽ മനോഹരമായി വർണ്ണിക്കുന്ന ഈ ആയത്തിനേക്കാൾ മനോഹരമായ ഒരു പ്രവാചക പ്രകീർത്തനവും ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. അങ്ങ് സത്യസാക്ഷിയാണ് നബി, അങ്ങ് സുവിശേഷകനാണ്, അങ്ങ് മുന്നറിയിപ്പുകാരനാണ്, അങ്ങ് രാജാതിരാജനായ റബ്ബിലേക്കുള്ള പ്രബോധകനാണ്, ആ വിളിയാളത്തിന്റെ ഉടമയാണ്. വസിറാജം മുനീറാ ഫജാഅ മുഹമ്മദ് സിറാജം മുനീറാ ഫസല്ലു